ആലപ്പുഴ ജിംഖാന, ഹണ്ട്, ഡൊമിനിക് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ ജിന്നിന്റെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. സബിൻ ഷാഹിറാണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി ഹൊറർ സിനിമയാണ്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് ജിന്നി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 30-ന് മുന്നേ ജിന്നി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തമന്ന മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. നല്ല ഹൈപ്പാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പക്ഷേ ബാന്ദ്ര തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ദിലീപാണ് സിനിമയിലെ നായകൻ. ബാന്ദ്ര സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ OTT പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ മെയ് മാസം 18-ന് മുന്നേ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് DNA. പക്ഷേ DNA സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. കാരണം മികച്ച ഒരു ത്രില്ലിംഗ് സ്റ്റോറിയാണ് DNA പറഞ്ഞു പോകുന്നത്. അസ്കർ, അന്ന റെജി, റായലക്ഷ്മി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസമാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജിലെ നായിക. എവറേജ് അഭിപ്രായമാണ് ഫൂട്ടേജിന് ലഭിച്ചത്. സിനിമ റിലീസായിട്ട് കുറെയായി. ഇതുവരെ ഫൂട്ടേജിന്റെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോണാണ് ഫൂട്ടേജിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം 25-ന് ആമസോണിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് ചെക്ക്മേറ്റ് സ്വന്തമാക്കിയത്. ലാലെ, അനൂപ് മേനോനാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. മനോരമ മാക്സ് ആണ് ചെക്ക്മേറ്റിന്റെ OTT ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം 30-നായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പറന്ന് പറന്ന് ചെല്ലാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭരത് നായകനായ സിനിമയാണ് പറന്ന് പറന്ന് ചെല്ലാൻ. ഇതൊരു കോമഡി മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. മെയ് മാസം 16-നാണ് പറന്ന് പറന്ന് ചെല്ലാൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ഭേദപ്പെട്ട അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഡൊമിനിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ഗൗതം വാസുദേവാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഡൊമിനിക്കിന്റെ OTT ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മെയ് മാസം 15-ന് ഡൊമിനിക് സിനിമ ആമസോണിൽ റിലീസാവുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് അഭിലാഷം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അഭിലാഷം ഒരു കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് അഭിലാഷം സ്വന്തമാക്കിയത്. സൈജു ഗ്രൂപ്പാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ മാസം 20-നായിരിക്കും അഭിലാഷത്തിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് തുടരും. മികച്ചൊരു ത്രില്ലർ സിനിമയാണ് തുടരും. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നത്. തരുൺ മൂർത്തിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാലാണ് തുടരുന്ന സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂൺ മാസം 5-നായിരിക്കും തുടരുന്ന സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് പുണ്യാളൻ. അനശ്വര രാജൻ, ബാലു വർഗീസ്, അർജുൻ അശോകൻ ഇവരാണ് എന്ന് സ്വന്തം പുണ്യാളനിൽ അഭിനയിച്ചിരിക്കുന്നത്. കോമഡിയും ത്രില്ലറും ചേർന്ന സിനിമയാണ് പുണ്യാളൻ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈമാണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസമാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ തീയതി വന്നിരിക്കുകയാണ്. മെയ് മാസം 23-ന് മനോരമ മാക്സിലാണ് ഹണ്ട് സിനിമയുടെ റിലീസ് തീയതി. ഹണ്ട് കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. അവസാനം അവർ OTT റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹണ്ട് ഒരു മിസ്റ്ററി ഹൊറർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ഹണ്ട് സിനിമയ്ക്ക് ലഭിച്ചത്. പക്ഷേ ഹണ്ട് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ആരാധകർ OTTക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അവസാന ഹണ്ട് എത്തിയിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 75 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ആലപ്പുഴ ജിംഖാന. നാസ്ലിനെ നായകനാക്കി ഖാലിദ് റഹ്മാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ തെലുങ്കിലും റിലീസായിട്ടുണ്ട്. സിനിമ ഉടനീളം ഒരു ബോക്സിംഗിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. അത്യാവശ്യം കോമഡിയും സിനിമയിലുണ്ട്. അതുപോലെ റൊമാൻസും. ആമസോൺ പ്രൈം ആലപ്പുഴ ജിംഖാനയുടെ OTT
വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മെയ് മാസം 30 അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യ വാരമായിട്ട് ആലപ്പുഴ ജിംഖാന ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.